ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടിയായി കിട്ടും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് താത്തിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ നാട്ടിലത്തെ ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാട്ടിലത്തെ ഒരു റെസിപ്പിയാണത്. കോട്ടക്കൽ വെക്കണ ബിരിയാണിയാണ് കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് ബിരിയാണി വെക്കൽ എന്നുള്ളത്. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കോണ്ടി. അപ്പോൾ നമ്മളെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെ വീഡിയോ കിട്ടും. എല്ലാവരും ഒന്ന് കണ്ടു നോക്കോണ്ടിട്ടാ. അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കണതൊന്ന് നോക്കാം. എല്ലാവരും പോരി. അപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ തുടങ്ങി. നമ്മളെ മറ്റേ നടമാടും അടുപ്പുണ്ടായിനി, നമ്മൾ കരണ്ടിന് കുത്തി കൊടുക്കണം, ആ അടുപ്പാണ് കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ വെച്ചേക്കാണ്, പുറത്ത് വെള്ളം വെക്കണ്. അപ്പോൾ ഗ്യാസ് ആണെങ്കിൽ കുറച്ച് സിമ്മിലായി കത്താനും തുടങ്ങി. എന്താ ഏതാണെന്നൊന്നും ഒരു പിടിയും കിട്ടിയില്ല, പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു അടുപ്പത്താണ് വെക്കുന്നത്. അപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ, ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതെന്തായാലും ഇറച്ചി ഇവിടെ പുറത്ത് കിടന്നാണ് വേവട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഇറച്ചിയൊക്കെ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങനെ വേവുന്നുണ്ട്. അപ്പോഴത്തേന് ഇതാ അടുപ്പത്ത് ഓയിൽ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഇതാ വല്യുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം താത്തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ വല്യുള്ളി ഇട്ടിട്ട് അതിലേക്ക് കല്ലുപ്പിട്ടിട്ടാണ് നമ്മൾ നല്ലൊന്നാണ് വയറ്റിയിരിക്കുന്നത് ചെയ്യുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ വെക്കട്ടെ. നമ്മളിവിടെ പെട്ടെന്ന് വെക്കാനാണ് ഒന്നായിട്ട് കൂട്ട് ബിരിയാണി വെക്കുന്നത്. പക്ഷെ ആ ബിരിയാണി വേറെ, ഈ ബിരിയാണി വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്നിട്ടിക്കാണ്ട് നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഒക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇതാ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പച്ചമുളക് കീറിയിട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ ഇതാ കുരുമുളക് പൊടി, ഗരം മസാല പൊടി, പച്ചമുളകൊന്നും അധികം ഇട്ടിട്ടില്ല. പിന്നെ ഇതാ തൈര്. നമ്മളിവിടെ എന്താ വെച്ചാൽ പച്ചമുളക് എല്ലാം കൂടെ മിക്സിയിൽ ഒന്നായിട്ട് അരച്ചെടുക്കലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ എടുത്തിട്ടാണ് ഇടൽ. പിന്നെ ഇതിൻ്റെ ശേഷം ഇതാ മല്ലിച്ചപ്പ് പുതിനയും കൂടെ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ, പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ വല്യുള്ളിയും വറുത്തതാണ്. ഇതിലേക്ക് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇത് ഇട്ട് കൊടുക്കലില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത് കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത് ഈ ചോറിന്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കും മേലെ. ഇതിൽ പക്ഷേ ഗരം മസാലപ്പൊടിയും കൂടെ കുഴച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ നമ്മളത് ആ ഇറച്ചി ചില്ലിക്കുള്ളത് പുറത്ത് ഇനിയൊരു അടുപ്പത്ത് ചില്ലി ഇട്ടു. അപ്പോൾ ഓരോന്നും ഓരോ അടുപ്പിൽ അങ്ങോട്ട് വെക്കാമെന്നും പറഞ്ഞിക്കാണ്ട് അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും ചെയ്യും. ഒരു അടുപ്പ് കഴിയാൻ കാത്തിരിക്കും വേണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ അതായത് നമ്മളെ ചോറ്റിനുള്ള വെള്ളം കൂടെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് കൊടുത്താൽ മതി സ്വിച്ച്. അപ്പോൾ അങ്ങനെ ആകും. അപ്പോൾ ഇതാ നമ്മളെ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലത്തെ നെയ്യാണിത്. അപ്പോൾ അതങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. നമ്മളെ ചോറിൻ്റെ മസാലയാണിത്, ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ഇത് ഈ വെള്ളം ഈ നെയ്യും ഇതൊക്കെ കൂടെ ഒന്നും വറ്റുന്ന വരെ അടുപ്പത്ത് വെക്കണേ. അപ്പോഴത്തേന് ഇതാ നമ്മളെ ഇത് വെള്ളത്തേക്ക് ഇതാ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരി പുതിർത്തി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നാവും. അപ്പോൾ നമ്മൾ 2 രമ്പയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതതിൻ്റെ ഒരു മണത്തിനാണ്. ചെറിയ അരിയാണ് കേട്ടോ, ഒരു പകുതി വേവും കൂടെ ആവണ്ട, അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഊറ്റിയിരിക്കണേ. അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. എന്നിട്ടിപ്പോൾ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ല, അത് ചട്ടി ഇറച്ചി മസാല ആക്കിയത് അതിൻ്റെ മേലേക്ക് ഈ ചോറ് എല്ലാം കൂടെ ഇതുപോലെ കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെയറാക്കി എല്ലാം ഇടുന്നത് ഇങ്ങനെ ഇറച്ചിൻ്റെ മസാലേൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പാകത്തെ വേവിലാണ് ഈ ചോറ്, ഉള്ളു പൊട്ടിയിട്ടില്ല. അപ്പം അതിലേക്ക് ഇതാ മല്ലിച്ചപ്പും പുതിനയും കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇതാ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 2-3 സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ ഏറുമ്പോൾ ഒരൊറ്റ ചട്ടിയിൽ എല്ലാണ്ട് കഴിയും. ഇതാകുമ്പോൾ കുറേ ചട്ടിയും അതും ഇതൊക്കെ വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തെങ്കിലും വാഴൻ്റെ ഇലയാണ് വെച്ച് കൊടുക്കുന്നത്, മൂടുന്നത്. വാഴൻ്റെ ഇല വെച്ചിട്ടാണ് ഇടുന്നത്. തീ കോരിയിട്ടിട്ട് ദം ചെയ്യണം. പണി കഴിഞ്ഞു. അപ്പം നമ്മളെ ദം ചെയ്ത് വെള്ളമൊക്കെ കയറ്റി വെച്ചു. അപ്പോൾ ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളതാ പൊട്ടിച്ചു. ഇനിയിപ്പോൾ ഇത് ചോറ് എടുക്കുകയാണ്.
കാണാൻ നല്ല ചൊറുക്കുണ്ട്. പിന്നെ ഇതിൽ കളറോ വേറുള്ളതോ ഒന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. ഒരു ഇങ്ങനെ തന്നെ വെക്കുള്ളൂ. നമ്മളൊക്കെയാണ് ചിലവർ കളറൊക്കെ ആഡ് ചെയ്യൂലേ, ഇതൊന്നുമില്ല. അപ്പോൾ ഇത് വേറൊരു ചട്ടിക്ക് ഇതിൻ്റെ മേലെ നിന്ന് ഈ ചോറ് ഇങ്ങോട്ട് മാറ്റിയെടുക്കണേ. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് ദം ബിരിയാണി ലെയറാക്കിയിട്ട് എടുക്കുന്നത്. പടിയിൽ മസാല കറക്റ്റ് ഉണ്ടാവും. ചോറ് നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ കളറൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ മസാലൻ്റെ ഈ നെയ്യിൻ്റെ ഈ കളറ് തന്നെ മഞ്ഞ കളറുണ്ട്. ഇപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയും കൂടെ ഇങ്ങനെ ഇട്ടിട്ട് ഇതിൽ ചോറിൽ മിക്സ് ചെയ്യുമ്പോൾ എന്താണ് ആ ഗരം മസാലപ്പൊടി ഇട്ടതല്ലേ. അപ്പോൾ ഈ ചോറിന് നല്ല മണവും ടേസ്റ്റുമാണ് വരുന്നത്. ആ നെയ്യും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വിളമ്പുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ അത് പാത്രത്തേക്ക് വിളമ്പുമ്പോൾ അതാ ഇതുപോലെയാണ് വിളമ്പണത്. ആ കുറഞ്ഞ ഒരു കളർ കൊടുക്കുന്ന മസാല കൊടുക്കാനുള്ള ആ ചോറ് ആദ്യം കൊണ്ട് വിളമ്പി എടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനല്ല കേട്ടോ, ബീഫിൻ്റെ ഈ മസാല അതാ കണ്ടില്ലേ ഇങ്ങനെ എടുത്തുകാണ്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തി ഇട്ട് കൊടുത്തിട്ട് അതിന് മേലേക്ക് ചോറിട്ടിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കേരള കോട്ടക്കൽ സ്റ്റൈല് ബീഫ് ദം ബിരിയാണി. ഇനിയിപ്പോൾ അവിടെ വേറെയുള്ളവരൊക്കെ ഇങ്ങനെ വെക്കണമെന്നൊന്നും ഞമ്മക്കറിയില്ല. വീട്ടിൽ ഓര് ഇങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതാണ് ഞാനും ഇതുപോലെ ഇട്ട് കാണിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോറാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണ്ടി. നല്ല ടേസ്റ്റുള്ള ചോറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. അസ്സലാമു അലൈക്കും.